മുമ്പൊരിക്കൽ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുമ്പോൾ ഒരു ചോദ്യത്തിനുള്ള മറുപടിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ, അന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയല്ല, CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ്, പറഞ്ഞ ഒരു വാചകത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അദ്ദേഹം അന്ന് വളരെ സാധാരണമായി പറഞ്ഞു പോയൊരു കാര്യമാണ്, പക്ഷേ ഉള്ളിൽ തട്ടിയാണ് പറഞ്ഞത്. അതിങ്ങനെയാണ്: നിങ്ങൾക്കൊരു കാര്യം അറിയാമോ, പാവപ്പെട്ടവർ പൊതുവെ കള്ളം പറയാറില്ല. ഇത് ഏത് സന്ദർഭത്തിലാണ്, ഏതിനുള്ള ഉത്തരമാണ് എന്നൊക്കെ മാധ്യമപ്രവർത്തകരും ഇത് കേൾക്കുന്ന ആളുകളും വേണമെങ്കിൽ കുറേ സെർച്ച് ചെയ്താൽ കിട്ടിയേക്കാം. ആ സന്ദർഭത്തേക്കാൾ പ്രധാനം ആ പറഞ്ഞ വാക്കുകളാണ്. പാവപ്പെട്ടവർ നുണ പറയില്ല എന്ന് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് ഹൃദയത്തിൽ തട്ടി പറയുന്നെങ്കിൽ അദ്ദേഹത്തിന് ആ ജനവിഭാഗങ്ങളുമായി എത്രത്തോളം ഹൃദയബന്ധമുണ്ടാവണം. രാഷ്ട്രീയ പ്രസ്താവനകൾ നടത്തുന്നത് പോലെയല്ല മനുഷ്യൻ നെഞ്ചിൽ തൊട്ട് ഇത്തരം ചില വർത്തമാനങ്ങൾ പറയുന്നത്. അത് രാഷ്ട്രീയ പ്രവർത്തകർക്ക് പൊതുവെ എപ്പോഴും വരാറുള്ള വർത്തമാനവുമല്ല. ഇപ്പോൾ ഈ പറഞ്ഞ വർത്തമാനത്തിന് എന്താണ് പ്രസക്തി എന്ന് ചോദിച്ചാൽ, നാളെ കേരളം പിറന്ന ദിനത്തിൽ, കേരളപ്പിറവി ദിനത്തിൽ നവംബർ 1 കേരളം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെടുകയാണ്. 2ാം തവണയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനാണ് ആ പ്രഖ്യാപനം നടത്തുന്നത്. നമ്മൾ ഈ പറഞ്ഞ പ്രസ്താവനയും ഈ പ്രഖ്യാപനവും അതിന് പിന്നിലെ ഏതാണ്ട് 2 സർക്കാരുകളുടെ കാലത്ത് നീണ്ട എഫേർട്ടും വലിയ ശ്രമങ്ങളും തമ്മിൽ വലിയ ബന്ധമുണ്ട്. അത് സത്യസന്ധമായും ആത്മാർത്ഥതയോടെയും ഒരു ജനതയുടെ ദാരിദ്ര്യം നീക്കാൻ, തുടച്ചു നീക്കാൻ ഒരു ഗവൺമെൻറ്റും അതിൻ്റെ മുഖ്യമന്ത്രിയും നടത്തിയ ആത്മാർത്ഥമായ ശ്രമങ്ങളുടെ ഫലപ്രഖ്യാപനമാണ്. അതിന് രാഷ്ട്രീയത്തെക്കാൾ അപ്പുറത്ത് മനുഷ്യത്വമാണ് ഉള്ളത്. മനുഷ്യത്വത്തിൻ്റെ രാഷ്ട്രീയം, അതാണ് പ്രധാനം. ഇപ്പോൾ ഈ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുന്നതിൻ്റെ ആ ദിവസം തൊട്ട് തലേന്നെത്തിയപ്പോൾ ഒരുപാട് ആളുകൾ അസ്വസ്ഥരാകുന്നുണ്ട്. അവരുടെ അസ്വസ്ഥതയുടെ നിലവിളികൾ പല രൂപത്തിൽ സോഷ്യൽ മീഡിയയിലും അല്ലാത്ത മീഡിയയിലും ഒക്കെ പ്രസ്താവനകളായി, കുറിപ്പുകളുമായും കൂട്ടപ്രസ്താവനകൾ എന്നു പേരുള്ള കൂട്ടക്കരച്ചിലുകളുമായും ഒക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. അതിലൊന്നും കാര്യമില്ല എന്ന് ഈ 13ാം മണിക്കൂറിൽ പറയാതെ വയ്യ. എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെയൊക്കെ അസ്വസ്ഥരാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. അങ്ങനെ നടക്കുന്ന കാര്യങ്ങളോട് നിങ്ങൾക്കുണ്ടാവുന്ന അസ്വസ്ഥതകളേക്കാൾ പ്രധാനമാണ് അതിൻ്റെ ഗുണഭോക്താക്കളുടെ ആനന്ദക്കണ്ണീരും അവർ അതിൽ നിന്ന് നേടുന്ന സന്തോഷവും. അത് നടത്തിക്കൊടുക്കാൻ ഒരു ഗവൺമെൻറ് നടത്തുന്ന ഈ പറഞ്ഞ പ്രയത്നങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ ഒരു വഴികളും. അത് എങ്ങനെ പറയണം എന്ന് നമ്മൾക്ക് പലപ്പോഴും തപ്പിത്തടഞ്ഞു പോകുന്നത് അത്രത്തോളം ബൃഹത്തായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നതുകൊണ്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, കഴിഞ്ഞ 2 ടേമായി കേരളത്തിൽ LDF സർക്കാരാണ് ഭരിക്കുന്നത്. ഈ കൂട്ടപ്രസ്താവനകൾ നടത്തുന്നവർ, ദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളം എന്ന് പറയുമ്പോൾ അതിൻ്റെ കണക്കെവിടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇന്നലെ പ്രഖ്യാപിച്ച ഒരു കാര്യം പോലെ 2021 മുതൽ കേരളത്തിൽ നടക്കുന്ന ഒരു പ്രയത്നത്തെ കാണാതിരുന്ന് അല്ലെങ്കിൽ കണ്ടില്ലെന്നടിച്ച് ഇന്നലെ അറിഞ്ഞ ഒരു കാര്യം പോലെ കണക്ക് ചോദിക്കുന്ന ആളുകളൊക്കെ ഈ 2 ടേം LDF സർക്കാർ വന്നപ്പോഴും സന്തോഷിച്ചവരൊന്നുമല്ല അവരിൽ ബഹുഭൂരിപക്ഷം പേരും. അതിൽ ഒരു പ്രധാനി പറഞ്ഞത്, ചാനൽ ചർച്ചകളുടെ സ്ഥിരം സാന്നിധ്യമായ കേരളത്തിലെ ഒരു ബുദ്ധിജീവി പറഞ്ഞത്, 2ാമതും LDF വന്നാൽ LDFകാർ അഹങ്കാരികളായി പോവും എന്നാണ്. രാഷ്ട്രീയം പറയട്ടെ, രാഷ്ട്രീയത്തിൻ്റെ ഉള്ളുകളികൾ പറയുമ്പോൾ എത്ര രൂക്ഷമായും നിശിതമായും വിമർശിക്കട്ടെ. 2ാമതും ഭരണം കിട്ടിയാൽ ആ ഭരണത്തിലുള്ളവർ അഹങ്കാരികളായി പോവും എന്ന് പറയുന്നതിൻ്റെ രാഷ്ട്രീയം എന്താണ്? അത് പറയാൻ രാഷ്ട്രീയമില്ലാത്തതിൻ്റെ രാഷ്ട്രീയമാണ്. TP സെൻകുമാറിനെ പോലെ സംസ്ഥാന പോലീസ് മേധാവിയായിരുന്ന ശേഷം സംഘപരിവാറിൻ്റെ നാവായി തുറന്നു കാട്ടപ്പെട്ട ഒരാൾ ഒരു അഭിമുഖത്തിൽ
സർട്ടിഫിക്കറ്റ് കൊടുത്ത ആളാണ് ഈ പറഞ്ഞ ബുദ്ധിജീവി എം.എൻ. കാരശ്ശേരി മാഷ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ ശ്രദ്ധേയനായ സാംസ്കാരിക പ്രവർത്തകൻ. അദ്ദേഹം ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നവരിൽ ഒരാളായി മാറിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ ആ അഹങ്കാരം എന്ന വാക്കിന് ഇപ്പോഴത്തെ സന്ദർഭത്തിൽ ഒരു പ്രാധാന്യം കൂടി വന്നു ചേർന്നിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയുന്നില്ല. എങ്ങനെയാണ്? കേരളത്തിലെ പാവങ്ങളിൽ പാവങ്ങളായ ആളുകൾ കുറച്ചൊരു അഹങ്കാരികളൊക്കെ മാറിയിരിക്കുന്നു. എന്തുതരം അഹങ്കാരമാണ്? മനുഷ്യത്വത്തെ തിരിച്ചറിയാതെ, സഹജീവികളെ തിരിച്ചറിയാതെ എങ്ങനെയെങ്കിലും ജീവിക്കുന്നതിൻ്റെയും എങ്ങനെയെങ്കിലും പെരുമാറുന്നതിൻ്റെയും അഹങ്കാരമല്ല, മറിച്ച് 3 നേരം അവർ മാന്യമായി ഭക്ഷണം കഴിക്കുന്നു എന്നതിൻ്റെ സന്തോഷത്തിൻ്റെ അഹങ്കാരം. അതിന് അഹങ്കാരം എന്ന് പറയേണ്ടത് സിംഗിൾ ഇൻവേർട്ടഡ് കോമ ഇട്ടാണ്. രോഗങ്ങൾക്ക് കൃത്യമായ ചികിത്സ ലഭിക്കുകയും മരുന്ന് കഴിക്കാൻ കിട്ടുകയും മരുന്ന് കഴിക്കുകയും ചെയ്യുന്നതിൻ്റെ അഹങ്കാരം. അടച്ചുറപ്പുള്ള വീട്ടിൽ സ്വസ്ഥമായി കഴിയുന്നതിൻ്റെ അഹങ്കാരം. നല്ല വസ്ത്രങ്ങൾ ധരിക്കുന്നതിൻ്റെ അഹങ്കാരം. നല്ല പെരുമാറ്റം കിട്ടുകയും നല്ല ചിരികൾ കിട്ടുകയും ഊർജ്ജസ്വലമായ പ്രഭാതങ്ങളും പകലുകളും രാത്രികളും ഉണ്ടാവുകയും ചെയ്യുന്നതിൻ്റെ അഹങ്കാരം. ആ അഹങ്കാരത്തെയൊക്കെ ചേർത്ത് അതിദരിദ്രമുക്ത സംസ്ഥാനം എന്ന് കേരളത്തെ വിളിക്കാമെങ്കിൽ അതിന് ആര് ഏതൊക്കെ പാര വയ്ക്കാൻ, സാധാരണ മലയാളത്തിൽ പറഞ്ഞാൽ, അല്ലെങ്കിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിച്ചാലും ഫലമില്ല എന്ന് തന്നെ പറയേണ്ടി വരും. നമ്മൾ വിശദമായ കണക്കുകളിലേക്കോ അല്ലെങ്കിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി അതിദരിദ്രമുക്തരെ കണ്ടെത്തുന്നതിനും അവരെ അതിദരിദ്രമുക്തരാക്കുന്നതിനും വേണ്ടി നടത്തിയ കഠിനാധ്വാനത്തിന് വിശദാംശങ്ങളിലേക്ക് പോകുന്നതിനോ ഇപ്പോൾ തയ്യാറാവുന്നില്ല. നിരവധി ആളുകൾ പറഞ്ഞു കഴിഞ്ഞു. ഈ ഫ്ലോറിൽ നമ്മൾ തന്നെ പലവട്ടം പറഞ്ഞു കഴിഞ്ഞു. സോഷ്യൽ മീഡിയയിലുമൊക്കെ മുൻ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ അടക്കമുള്ള ആളുകൾ വിശദമായി അതിൻ്റെ ഓരോ ഘട്ടങ്ങളും കണക്കുകളും എഴുതിക്കൊണ്ടിരിക്കുന്നു. അത് ആളുകൾ ചർച്ച ചെയ്യുന്നു, പങ്കുവയ്ക്കുന്നു. കേരളത്തിൽ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. 5 തെങ്ങ് പഞ്ചായത്തിലും വടക്കാഞ്ചേരി നഗരസഭയിലും അടക്കം തുടങ്ങി വയ്ക്കുകയും പിന്നീട് കേരളമാകെ വ്യാപിക്കുകയും ചെയ്ത വലിയൊരു യത്നത്തെ, വലിയൊരു കഠിനാധ്വാനത്തെ, അതിൻ്റെ ആത്മാർത്ഥതയും സത്യസന്ധതയും ചോദ്യം ചെയ്യുന്ന ആളുകൾക്ക് നേരെ മുഖം തിരിക്കാതെ, അല്ലെങ്കിൽ അവരുടെ നേരെ പുറം തിരിഞ്ഞ് നിന്നുകൊണ്ട് കേരളത്തിൻ്റെ കേരള പിറവി ദിനത്തിൽ നവംബർ 1 കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കേരളത്തെ അതിദരിദ്രമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുകയാണ്. ഈ പ്രഖ്യാപനത്തോടുകൂടി എല്ലാമായി എന്ന് കേരള സർക്കാരോ കേരളത്തിലെ മുഖ്യമന്ത്രിയോ കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ നേതൃത്വമോ കേരളത്തിലെ മാധ്യമങ്ങളോ കേരളത്തിൻ്റെ വികസനത്തെ, പുരോഗതിയെ, നവകേരള നിർമ്മിതിയെ ശരിയായി കാണുന്ന ആളുകളോ വിചാരിക്കുന്നില്ല. പക്ഷേ ഇതൊരു സുപ്രധാനമായ ചുവടുവെപ്പാണ്. പല ചുവടുകൾ വെച്ചാണ് നമ്മൾ ഇതുവരെ എത്തിയത്. 70 വർഷമാകുകയാണ് അടുത്ത വർഷം കേരളം പിറന്നിട്ട്. 2027 നവംബർ 1 ആകുമ്പോൾ കേരളം പിറന്നിട്ട് 70 വർഷമാകും. 7 പതിറ്റാണ്ടാകും. തിരുവിതാംകൂറും കൊച്ചിയും മലബാറുമായിരുന്ന കേരളത്തെ രാജാധികാരത്തിൻ്റെ നുഖങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഐക്യകേരളം പ്രഖ്യാപിച്ചതിൻ്റെ 7 പതിറ്റാണ്ട് തികയാൻ പോവുകയാണ്. അതിന് തൊട്ടു മുമ്പാണ് നമ്മുടെ ഈ ചരിത്രപ്രധാനമായ പ്രഖ്യാപനം. കേരളത്തിന് ഇനിയും നടന്നു കയറാനുള്ള വഴികളിൽ നിങ്ങളാരും മുള്ളുകൾ കൊണ്ടിടരുത്. അഥവാ മുള്ളുകൾ കൊണ്ടിട്ടാലും അതിനെയൊക്കെ അതിജീവിച്ചു പോകാനുള്ള ശേഷി ഈ നാടിനുണ്ട്. നന്ദി, നമസ്കാരം.